അത്രേ പിന്നുള്ളൂ അതിൽ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രോഗ്രാമിന് പോകുന്ന ഒരു ഡേ ആണ്. ന്യൂ ഇയറിന് നമ്മുടെ നാട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്ന വീരനാട്യം അതേ പ്രോഗ്രാം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു അമ്പലത്തിൽ മകരവിളക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, വീരനാട്യം. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഒരുങ്ങലാണ്. അന്ന് എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ന്യൂ ഇയർ പ്രോഗ്രാമിന് അന്ന് നല്ല ബഹളം പിടിച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ റെഡി ആവണത് കൂടെ ഒന്ന് വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മേക്കപ്പ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് പോണത്, ഡാൻസ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൺസീലറും പിന്നെ CC ക്രീമും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ അത് തന്നെയാണ് കേട്ടോ. ആ ഒരു സാരിയും ഒക്കെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുങ്ങിയിട്ട് പോണത്. പൂവാണെന്നുണ്ടെങ്കിലും എല്ലാം അതുപോലെ തന്നെയാണ് കേട്ടോ. ഒക്കെ അതേപോലെ തന്നെ സെറ്റായിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അന്ന് കളിച്ച അത്രയും പേരില്ല കേട്ടോ. അതിൽ 4 പേര് ആബ്സെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 14 പേരാണ് കളിക്കുന്നത്. അപ്പോൾ റെഡിയായി പോയിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളങ്ങനെ കാര്യമായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് ന്യൂ ഇയറിന് കളിച്ചിട്ട് നിർത്തിയതാണ്. പിന്നെ ഒരു തവണയായിട്ട് ഉണ്ടായിട്ടുണ്ട്, അന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ആ ഒരു ഗോൾഡിൻ്റെ വള നല്ല ടൈറ്റാണ് കേട്ടോ. അത് ഊരാനും ഇടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഊരാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് അവിടെ കിടക്കുകയാണ് പതിവ്. കുറേ ആയി ഞാനത് ഇട്ടിട്ട്. അതങ്ങനെ ഊരാനും ഇടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈറ്റുള്ളതാണ്. ഞാൻ ടൈറ്റുള്ളത് നോക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കയ്യിലിട്ട് കാണാനും ഭംഗി അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാരി എടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. എടുത്ത് അവിടെ ഒതുങ്ങി നിന്നോളും. പിന്നെ കുറച്ച് കയറ്റി എടുക്കണമായിരുന്നു, അതെനിക്കൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സാധാരണ ഇറക്കിയിട്ടല്ലേ എടുക്കുക. അപ്പോൾ കയറ്റി എടുക്കുമ്പം കുറച്ച് ചുളിവുകളും കാര്യങ്ങളും ഒരു വൃത്തിയില്ലായ്മ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ ഏടത്തിയമ്മയും ചേച്ചിയും ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കയറ്റി എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടാണ് നമ്മൾ പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു ന്യൂ ഇയർ പ്രോഗ്രാമിന് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മുന്നിൽ കളിക്കുമ്പോൾ വലിയ സീനില്ലല്ലോ, തെറ്റിയാലും അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ കുറച്ചപ്പുറത്ത്, നമ്മൾ പ്രോപ്പർ നാടല്ല, കുറച്ചപ്പുറത്ത് നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ആൾക്കാരും ഉണ്ടാവും. അവരുടെ മുന്നിൽ കളിക്കാൻ തെറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. പിന്നെ എനിക്ക് ഹെൽത്തും ഓക്കെ ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഡാൻസൊക്കെ കളിക്കാനും എല്ലാത്തിനും. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെയാണ് ലാസ്റ്റായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കോളേജിലൊക്കെ ഞാൻ പിന്നെ പഠിക്കുമ്പോൾ ദിച്ചുവിനെ പ്രഗ്നൻ്റ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് മാരേജ് ഉണ്ടായത്. സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ദിച്ചുവിനെ പ്രഗ്നൻ്റ് ആയി. പിന്നെ തേർഡ് ഇയർ അറിയാമല്ലോ, ഡെലിവറി. അങ്ങനെയൊക്കെയാണ് എൻ്റെ കോളേജ് കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ ഒരു +2 ലെവൽ വരെയാണ് ഞാൻ അങ്ങനെ ഡാൻസും കാര്യങ്ങൾക്കൊക്കെ കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു ഞാനതിനെല്ലാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു ചാൻസൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം യൂസ് ആക്കുക, അങ്ങനെയാണല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, അതിന് കഴിയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്തൊരു ജോലിയാണെന്നുണ്ടെങ്കിലും ഒരു പണിയില്ലാതെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അത് ചെയ്യുന്നതാണ്. ആ ഒരു തിരക്കോട് കൂടി പണി ചെയ്യുന്നതാണ്. അപ്പോഴാണ് നമുക്കൊരു ആക്റ്റീവ്, ഒരു പോസിറ്റീവ് എനർജി കിട്ടുള്ളൂ. മറ്റേതൊരു നെഗറ്റീവ് അടിക്കും. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഉപ്പുമാവും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ ആയിരുന്നില്ല, കാപ്പിയായിരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിൽ നീതിച്ച പായസമൊക്കെ. അതിനുശേഷം പിന്നെയും ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ട്രോഫിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ഗെയ്സ്. ഇത് അത്യാവശ്യം നമ്മൾ ചാടി കളിക്കുന്ന ഒരു ഡാൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും പീലിക്കുട്ടി എന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ പീലിക്കുട്ടീനെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ ഫ്രഷായി കടന്നതാണ് ഗെയ്സ് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡെയിലി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.